ഹലോ, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് പ്രിയ. ഞാൻ മുമ്പേ കുറച്ച് വീഡിയോസെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ. പിന്നെ അത് കഴിഞ്ഞു, അതങ്ങനെ അങ്ങ് നിന്നുപോയി. ഇപ്പോൾ പിന്നെ ഒന്നും കൂടെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഇതിൽ വന്നതായിരുന്നു. പിന്നെ ഇന്ന് വിഷയമൊന്നുമില്ല, പക്ഷെ ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോയ ഈ ഒരു മാസം ഞാൻ പോയ ഒരു അവസ്ഥേനെ കുറിച്ച് പറയണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. എനിക്ക് കഴിഞ്ഞ വർഷം ഇത് അറ്റ്ലീസ്റ്റ് കൊറോണ വന്നവർ ഈ വീഡിയോ ഒന്ന് പറ്റുമെങ്കിൽ നിങ്ങൾ കാണണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കും കൊറോണേൻ്റെ ബാക്കിയായിട്ട് വന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്കും കഴിഞ്ഞ വർഷം കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. കൊറോണ വന്നു 2 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് വൈറൽ ഫീവറും വന്നിട്ടുണ്ടായിരുന്നു. രണ്ടും നല്ല രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല എഫക്റ്റായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞ് ഈ കൊറോണ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ ചെസ്റ്റിലൊരു കൺജഷൻ ഉണ്ടായിട്ടുണ്ട്. എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് പോയിട്ടൊരു കുറച്ചൊന്ന് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞാൽ, അതേപോലെ നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ആ ദിവസം അന്ന് മാത്രം എനിക്കിങ്ങനെ നമ്മുടെ തലക്ക് വെള്ളം തട്ടി കഴിഞ്ഞാൽ അപ്പാടെ എനിക്കിങ്ങനെ ഇങ്ങനെ ഒരു തടസ്സം പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. പക്ഷെ അത് ഒരു ദിവസമേ ഉണ്ടാവും. അടുത്ത ദിവസം ആകുമ്പോഴേക്കും അത് പോയിട്ടുണ്ടാവും. പിന്നെ ഒന്നും ഉണ്ടാവില്ല, ഇങ്ങനെ ഒരു ഇതേ ഉണ്ടാവില്ല. അപ്പോൾ ഞാനതത്ര ശ്രദ്ധിച്ചില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് എത്തുമ്പോൾ എനിക്ക് ഈ ഒരു ലെഫ്റ്റ് സൈഡ് വേദന സ്റ്റാർട്ട് ചെയ്തു. ചെറിയൊരു വേദന വെച്ചാൽ നമുക്ക് ഭയങ്കര വേദനയല്ല, ചെറിയൊരു വേദന. പക്ഷെ നമുക്കത് അത് നമുക്ക് ഈ ഒരു ലങ്സിൻ്റെ ഭാഗത്തു നിന്ന് നമുക്ക് വേദന ചെറുങ്ങനെ വരുന്നെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനത് അത്ര സീരിയസ് ആക്കി എടുത്തില്ല. അത് ചിലപ്പം യോഗ ചെയ്ത് നമ്മൾ സൂര്യ നമസ്കാരമെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ 2 ദിവസം ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെ 3ാമത്തെ ദിവസം വേദന അത്ര എഫക്റ്റ് ആവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ അത് ചിലപ്പോൾ വ്യായാമം ചെയ്യാത്തതിൻ്റെതായിരിക്കാം, അങ്ങനെയാണെന്നല്ല. പക്ഷെ എനിക്ക് തിരിയുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ വേദന ഇല്ലാണ്ട് നമ്മൾ ഇത്രയും വർഷങ്ങളിങ്ങനെ ശരീരത്തിന് വേദന ഇല്ലാണ്ട് ഇങ്ങനെ ജീവിച്ച ഒരാൾക്ക് പെട്ടെന്ന് ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ടിൽ വേദന നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു തിരിച്ചറിവ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഒരു ലെഫ്റ്റ് സൈഡ് എനിക്ക് ചെറിയൊരു വേദനയുണ്ടെന്ന് ഫീൽ ചെയ്യുന്നുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇപ്രാവശ്യം അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇപ്രാവശ്യം ഞാൻ നാട്ടിലേക്ക് പോയപ്പം ഇവിടുന്ന് ട്രെയിനിൽ കയറിയപ്പം എ സി കിടന്നപ്പോൾ എനിക്കിത് കൂടുതലായി. അപ്പം ഞാൻ വിചാരിച്ചു എ സിയിൽ നല്ല ഇതിലായിരുന്നു എ സി ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആവശ്യം അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് നാട്ടിലിറങ്ങുമ്പോഴേക്ക് തന്നെ എനിക്ക് പിന്നെ ചെസ്റ്റൊന്നും അനങ്ങുന്നില്ല, ഇങ്ങനെ സ്റ്റക്കായെടുത്ത് ഭയങ്കര വേദന. ശ്വാസം എടുക്കുമ്പം വേദന, ഒരു സൈഡ് മുഴുവൻ വേദന, കാല് വരെ വേദന വരുന്നു. അങ്ങനെ ഭയങ്കര ഒരു വല്ലാത്ത അവസ്ഥയെ. എത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ പോയിട്ട് മിംസിൽ പോയി കാണിച്ചു, കണ്ണൂർ. അപ്പം ഡോക്ടർ പറഞ്ഞു അലർജീൻ്റെതായിരിക്കാം. കാരണം പ്രിയ പറഞ്ഞു കേട്ടിടത്തോളം പ്രിയക്ക് അലർജി ഉണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരിതുപോലെ അങ്ങനെ പുറത്ത് പൊടി തട്ടിക്കഴിഞ്ഞാൽ എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അത് ചിലപ്പോൾ അതായിരിക്കാം. ഏതായാലും ഒരാഴ്ച മരുന്ന് കുടിക്കുന്നു പറഞ്ഞു. 2 മരുന്നേ തന്നുള്ളൂ. ഒരു ഗ്യാസിൻ്റെ ഒരു സ്റ്റിറോയിഡായിരുന്നു. അത് ഏറ്റവും ചെറിയ കുറഞ്ഞ ഒരു സ്റ്റിറോയിഡായിരുന്നു തന്നത്. അപ്പോൾ സ്റ്റിറോയിഡിൻ്റെ ഗുളിക എനിക്ക് 4 ദിവസമേ തന്നുള്ളൂ. ഒരാഴ്ചത്തെ മരുന്ന് തന്നിട്ട് 4 ദിവസമേ തന്നത്. അപ്പോൾ അത് കുടിക്കുന്നവരെ എനിക്ക് നല്ല ആശ്വാസമായിരുന്നു. അത് നിർത്തിയ സ്പോട്ടിൽ എനിക്ക് പിന്നെ അതേ അവസ്ഥയിലേക്ക് ഞാൻ വന്നു, അതേ ഇതിൽ. അപ്പോൾ 2ാമത് പോയിട്ട് ഡോക്ടർ പക്ഷേ എന്നെ ചെക്ക് ചെയ്യുമ്പോഴെല്ലാം ഡോക്ടർ പ്രിയക്ക് ഒരു പ്രശ്നവും ഞാൻ കാണുന്നില്ല. എന്നോട് ചോദിച്ചു പ്രിയക്ക് ടെൻഷനും കാണുന്നുണ്ട്. അതുവരെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടർ, എനിക്കെന്തോ കാര്യമായിട്ട് പറ്റുന്നത്. എനിക്കിങ്ങനെ ഭയങ്കര വേദന എടുക്കുന്നുണ്ട്. എനിക്കിങ്ങനെ ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ ഇതുവരെ ഇങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ലായിരുന്നു. ഇങ്ങനെ ഒരു നെഞ്ഞത്തിങ്ങനെയോ അങ്ങനെയൊന്നും ഞാനിതുവരെ അനുഭവിച്ചിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് ഇതുവരെ ഇങ്ങനെ ഉണ്ടായിട്ടില്ല, എനിക്കെന്തോ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ഒന്ന് പോയിട്ട് എക്സ്റേ എടുക്കും. അപ്പോൾ എക്സ്റേ എടുത്തപ്പോഴാണ് മുഴുവൻ ഈ ലെഫ്റ്റിലെ ലങ്സിൽ മുഴുവൻ ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുമായിരുന്നു. അത് കാണുന്നില്ല, ലങ്സ് കാണുന്നില്ല, ഫ്ലൂയിഡായിട്ട് നിറഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ ഡോക്ടറിന് പെട്ടെന്ന് തന്നെ ഇതെടുത്തിട്ടില്ലെങ്കിൽ ഇവക്കിന് ശ്വാസം മുട്ടൽ കുറയില്ല, വേഗം തന്നെ ഇതെടുത്ത് കളയണമെന്ന് പറഞ്ഞു. എടുത്തിട്ട് അവിടുന്ന് അപ്പാടന്നെ എടുത്തു, മിംസിന്ന് അപ്പാടന്നെ എടുത്തു. അത് അവർ ടെസ്റ്റിന് അയച്ചു. കുറേ ടെസ്റ്റ് ഇവരെടുക്കുന്ന തന്നെ ചെയ്തു. ബാക്കിയുള്ള ബയോപ്സി അങ്ങനെ ചില കാര്യങ്ങൾ പുറത്ത് പോയി. അപ്പോൾ അങ്ങനെ റിസൾട്ടെല്ലാം വന്നു. ഒരു കുഴപ്പമൊന്നുമില്ല. വേറെ വൈറസോ ബാക്ടീരിയോ ഒന്നും ഫ്ലൂയിഡിലില്ല, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ വരാൻ പോകുമ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു പ്രിയ ഇത് നമ്മൾ ഫസ്റ്റ് ലങ്സിൽ നീര് എന്നെല്ലാം പറയുമ്പോൾ ഇവരെ ലങ് ക്യാൻസറും പിന്നെ TB അങ്ങനത്തെ എല്ലാം ഇവർ പറയാം. അപ്പം അതൊന്നും അല്ല എന്ന് മനസ്സിലായപ്പം ഡോക്ടറിനോട് പറഞ്ഞു എന്തോ ഒരു വൈറസ് നിൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ടായിരുന്നു.
ആ വൈറസ് എതിർക്കേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തതായിരിക്കാം ഇത്. അപ്പോൾ അതിനവിടെ നിന്ന് പോകാൻ പറ്റിയില്ല, അതായിരിക്കാം റീസൺ എന്ന് പറഞ്ഞു. അങ്ങനെയായിരിക്കാം. പക്ഷെ നീ അത് ചെസ്റ്റിൻ്റെ CT എടുത്തിട്ട് ഫുള്ള് നോക്കണം. എന്തെങ്കിലും എവിടെയെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് ഇനിയും ഒന്നും കൂടി നിൻ്റെ ശരീരത്തിന് എഫക്റ്റ് ആക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, അപ്പോഴേക്കും ഞങ്ങൾ നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ഞാനിവിടെ ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ അവർ പിന്നെ ഇവിടെ തന്നെ ഇതിൽ തന്നെയുള്ള ഒരു പൾമനോളജിസ്റ്റിനെ കണ്ടു. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് നോക്കാം, ഏതായാലും CT എടുക്കേണ്ട, സോണോഗ്രഫി ചെയ്താൽ തന്നെ എന്താണെന്ന് പ്രശ്നം, ലങ്സ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. ഇതിൻ്റെ പുറം ഭാഗത്താണ് ഇപ്പോൾ ഫ്ലൂയിഡ് ഉള്ളത്. അപ്പോൾ ലങ്സ് ഫസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. എന്നിട്ട് കാണുന്നില്ലല്ലോ ഇത്. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ലങ്സിനൊന്നും ഒരു കുഴപ്പമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതിൻ്റെ ചുറ്റിലിങ്ങനെ അപ്പം എന്നോട് ചോദിച്ചു കുറച്ചും കൂടി ഫ്ലൂയിഡ് ആടി ഉണ്ട്, അതിനെടുക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ചെറിയ കുട്ടികളെല്ലാം എൻ്റെ കൂടെ ആരുമില്ലല്ലോ, മക്കളും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. ഞാൻ കുഞ്ഞുങ്ങളുണ്ട്, എനിക്കിപ്പോൾ അഡ്മിറ്റാകാൻ കുറച്ച് വിഷമമുണ്ട്. പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം, ഇതെങ്ങനെയാണെന്ന് നോക്കാമെന്ന് പറഞ്ഞു. 10 ദിവസം കഴിഞ്ഞ് ഞാൻ പോയി നോക്കിയപ്പം എക്സ്റേ എല്ലാം എടുത്ത് നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, ലങ്സ് മുഴുവൻ കാണുന്നുണ്ട്, ബാക്കിയും കൂടി വറ്റിപ്പോയി, ബാക്കി ഫ്ലൂയിഡെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ ഇനിയൊന്നും നിങ്ങൾ ചെയ്യേണ്ട, കുഴപ്പമൊന്നുമില്ല, വേറെ ഇതൊന്നുമല്ല, അതുകൊണ്ട് അതിനെ അങ്ങ് വിട്ടേ, പിന്നെ ഇനി ചെക്കപ്പിന് വരുമൊന്നും വേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യം, നിങ്ങൾക്ക് എപ്പം ആവശ്യമുണ്ട് കുറേ മാസം കഴിഞ്ഞ് ഒന്ന് വന്നിട്ട് എക്സ്റേ എടുത്ത് നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഞാനെന്താ ഇപ്പോൾ ഇത് പറയാൻ കാരണം പറയാം, ഞാൻ അന്നേ നോക്കിയിരുന്നെങ്കിൽ ഇത്രയും ടെൻഷൻ ഉണ്ടാവില്ലായിരുന്നു. നമുക്കിപ്പം ആദ്യമേ ഈ കൊറോണ വന്നിട്ട് പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അധികം കാത്തു നിൽക്കരുത്. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എനിക്ക് 1 വർഷം ആയിട്ട് എനിക്ക് ഈ നെഞ്ഞിനുള്ള തടസ്സങ്ങളെല്ലാം ഇങ്ങനെ നെഞ്ചത്തുള്ള ഈ തടസ്സമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല, ഞാൻ അത്ര വലിയ കാര്യമാക്കി എടുത്തില്ല. ഇപ്പം പോലും ഒരു ഭാഗ്യത്തിന് അത് ചെയ്യാൻ പറ്റിയ ഡോക്ടർ പറയുന്നത് ഈ ഫ്ലൂയിഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലങ്സിലുള്ള ഫ്ലൂയിഡ് ചിലത് ലൂസ് ഉണ്ടാവും, ചിലത് ഭയങ്കര തിക്കായിട്ടുള്ളതായ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് കുറേ അങ്ങോട്ടെത്തുമ്പോൾ തിക്കാവുക, പക്ഷെ തിക്കായാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ലങ്സിൽ നിന്ന് ഇതിനെ കുത്തിയെടുക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു വഴിയില്ല. ഇതിന് ടാബ്ലറ്റ് ഇല്ല. എനിക്ക് ഇത്രയും ഞാൻ കഷ്ടപ്പെടുമ്പോൾ എനിക്കൊരു ടാബ്ലറ്റ് പോലും ഈ ഒരു മാസം എനിക്ക് തന്നിട്ടില്ല. ടാബ്ലറ്റ് ഇല്ല, അത് വിറ്റാമിൻ ടാബ്ലറ്റ് മാത്രം കുടിച്ചോളുക, അതേ ഉള്ളൂ. ഇതിങ്ങനെ ഇതിട്ട് വലിച്ചെടുക്കുക എന്നല്ലാതെ വേറൊരു വഴിയില്ല. അപ്പോൾ ഡോക്ടർ അതാ പറഞ്ഞത്, ആദ്യം നമ്മൾ പിന്നെ ഇത് ലൂസാണെങ്കിൽ മാത്രമേ നമുക്കിത് വേഗം വലിച്ചിങ്ങോട്ട് എടുക്കാൻ പാടും. അത് തിക്കായിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ലങ്സിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്കത്. അപ്പോൾ ഞാൻ ഡോക്ടർ ഇങ്ങനെ പറയുന്നത് കേട്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച്, ശരിക്കും ഇങ്ങനെ ഈ കൊറോണ വന്നിട്ട് ഇങ്ങനെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് വേഗം തന്നെ അത് ഒരു എക്സ്റേ എടുത്താൽ തിരിയാവുന്നതേ ഉള്ളൂ. അപ്പോഴും ഡോക്ടർ അവിടെ നിന്ന് ഞാൻ ഫസ്റ്റ് പോയപ്പോഴും ഞാനിങ്ങനെ കൊറോണ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളോടായിട്ട് ഇങ്ങനെ ഞങ്ങൾ എല്ലാ രോഗികളോടും പറയലുണ്ട്, നിങ്ങൾക്ക് കൊറോണ വന്നവരാണെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ലങ്സിൻ്റെ എക്സ്റേ എടുത്ത് നോക്കണം. പിന്നെ കാരണം കൊറോണ പല പ്രശ്നങ്ങളും ശരീരത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്, നിങ്ങളെ ഇതെങ്ങനെയുണ്ട് എന്ന്. എനിക്കും അതന്നെയാണ് പറ്റിയത്, ഞാനത് ശ്രദ്ധിച്ചില്ല. കൊറോണ വന്ന് എനിക്കത് നേരെ ഇങ്ങനെയാണ്. പക്ഷേ ഇതിങ്ങനെ നിറഞ്ഞ് എനിക്ക് ആദ്യമെല്ലാം ഇത് എടുത്തു കഴിഞ്ഞ ആ ടൈം എനിക്ക് ഇങ്ങനെ ഒരു മൂക്ക് പൊത്തി ലെഫ്റ്റിൽ ഇതിൽ നിന്ന് ശ്വാസം എടുക്കുമ്പം എൻ്റെ ലങ്സ് പ്രവർത്തിക്കില്ല, എനിക്ക് കയറൂലായിരുന്നു, മൂക്കിലേക്ക് ശ്വാസം കയറൂല, എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതായിരുന്നു അവസ്ഥ. പിന്നെ ബ്രീത്തിങ് എക്സസൈസ് ചെയ്ത് ഈ ഒരു മാസം ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്കത് ശരിയായി തുടങ്ങി. ഇപ്പോൾ ബ്രീത്തിങ് എക്സസൈസ് മാത്രം മതി, അത് നീ കറക്റ്റായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടറിനോട്. അപ്പം ഇതാണ് അവസ്ഥ, നമ്മൾ അറിയുന്നില്ല. ആദ്യമൊന്നും ഉണ്ടായിട്ടില്ല, അത് ഇങ്ങനത്തെ ഈ ലങ്സിൻ്റെത് ഇങ്ങനെ തന്നെയാണ് വരുവാന്ന്. ആദ്യമൊന്നും നമ്മളൊന്നും അറിയില്ല, എല്ലാം കഴിഞ്ഞാലേ നമ്മളറിയാം ഇങ്ങനെ ഒരു സംഭവം ഇത്ര കുറേ ആയിട്ടുണ്ട് ഞങ്ങളെ ലങ്സിലല്ല, എനിക്ക് ലങ്സിൻ്റെ പുറത്താണ്, പക്ഷെ ഇങ്ങനെ ഉണ്ട് എന്നറിയാം ലാസ്റ്റിലോട്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ കൊറോണ കഴിഞ്ഞവരെല്ലാം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാം ഒരു എക്സ്റേ എടുത്ത് നോക്കുക, ലങ്സിൻ്റെ എങ്ങനെയാണ് നിങ്ങളെ ലങ്സിൻ്റെ അവസ്ഥ. ചെറിയ പ്രശ്നങ്ങൾ വരും. ഞാൻ എൻ്റെത് മാത്രമല്ല, വേറെ ആൾക്കാരെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ കൊറോണ കാരണം ലങ്സിനുണ്ടായ ചെറിയ പ്രോബ്ലംസ്. അത് കുറേ ആളിലത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പറ്റുമെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് നോക്കുക, ഈ കൊറോണ വന്നവർ എന്തെങ്കിലും ഉണ്ടോ എന്ന്. ഓക്കെ, അതും കൂടി ഒന്ന് പറയണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വന്നേ. വരും മുതൽ വീഡിയോ ഉണ്ടാവും ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ശരി, ബൈ.